നമ്മുടെ ജില്ലയിലും ഒരുപക്ഷെ സംസ്ഥാനത്തും പുഷ്പകൃഷിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സഹായകരമായത് കാട്ടാക്കട അസംബ്ലിയിൽ നടപ്പിലാക്കിയ നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ പദ്ധതിയാണ്. നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ബ്ലോക്ക്, പഞ്ചായത്ത്, വാർഡ് എന്നിവ ഈ അസംബ്ലിയിലാണ്. ഈ സാഹചര്യത്തിൽ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ നിന്നും ഇന്നിലേക്ക് നോക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു, നമ്മുടെ മണ്ണ് പൂക്കൃഷിക്ക് പറ്റിയതാണോ, ജലലഭ്യത ഉറപ്പാക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ തീരുമാനിച്ചു, മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു വലിയ വിജയമായി മാറി. പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ കാണാൻ എത്തിയ ആളുകൾ അവരുടെ ജീവിത സംഘർഷങ്ങളിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് കണ്ടതെങ്കിലും അതിനപ്പുറം ഒരു തലമുണ്ടായിരുന്നു. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, ജലലഭ്യതയുണ്ട്, ജലസമൃദ്ധിയിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നൊരു സന്ദേശം കൊടുക്കാൻ പറ്റി. അതിനുശേഷം കഴിഞ്ഞ വർഷം 50 ഏക്കറിലാണ് നമ്മുടെ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ പൂക്കൃഷി ചെയ്തത്. ഇത്തവണ 106 ഏക്കർ, പള്ളിച്ചൽ പഞ്ചായത്തിൽ മാത്രം 50 ഏക്കറോളം പൂക്കൃഷി സാധ്യമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നൽകുന്ന സന്ദേശം ഇതാണ്: മനസ്സ് വെച്ചാൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ പൂപ്പാടങ്ങൾ എന്നതിനപ്പുറം കൃഷിക്ക് ഉപയുക്തമായ മണ്ണാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ പൂക്കൃഷി കഴിഞ്ഞാൽ, ഓണക്കാലം കഴിഞ്ഞാൽ പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ പോകുന്നു. ഈ 106 ഏക്കറും അല്ലാതെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള 60 ഹെക്ടർ സ്ഥലവും, ആ 60 ഹെക്ടറിൽ കൃത്യമായ ഒരു അഗ്രികൾച്ചർ പ്ലാൻ, കാർഷിക പ്ലാൻ തയ്യാറാക്കി ആസൂത്രണത്തോടുകൂടി വിവിധ കാലയളവിൽ വിവിധ വിളകൾ അത് കൃഷി ചെയ്യുക എന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ നടക്കുകയാണ്. ആ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ, ആ പദ്ധതിക്ക് ഊർജ്ജം നൽകാൻ കൊരണ്ടിവിളയിലെ ഈ പൂപ്പാടം സഹായമാകും.